ഡോക്ടർ ജി ഗോപകുമാറിലേക്കാണ്. ഇവിടെ ഏതെങ്കിലും ഒരു മുന്നണി, നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഏതെങ്കിലും ഒരു മുന്നണി, ഇടത് വലത് മുന്നണികൾ അതിൻ്റെ ശക്തി ക്ഷയിക്കുമ്പോഴാണ്, അതായത് ഈ പ്രസ്ഥാനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടവർ മൂന്നാമതൊരു ബദലിലേക്ക് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ BJPയുടെ ശക്തി ഇവിടെ വളരാൻ പോകുന്നത്. അപ്പോൾ ഈ ഇടത് വലത് മുന്നണികൾ കൈക്കൊള്ളുന്ന സമീപനം തന്നെ പലപ്പോഴും ദേശവിരുദ്ധമായ സമീപനങ്ങൾ, തീവ്ര ചിന്താഗതിയുള്ളവരെ വോട്ടിനായി കൂട്ടുനിർത്തുന്ന സമീപനം, ഇതൊക്കെ കേരള ജനത തിരിച്ചറിയുന്നുണ്ട്. അതുകൂടി BJPയുടെ വളർച്ചയ്ക്ക് വളരെ വലിയ നിർണായകമായൊരു ശക്തിയായി മാറുന്നില്ലേ? അല്ല, കേരള രാഷ്ട്രീയത്തിലെ ചില വഴിത്തിരിവുകളാണ് ഇത്തരം സംഭവ വികാസങ്ങളെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം കേരള രാഷ്ട്രീയത്തിലെ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന ഒരു ബൈപോളർ രാഷ്ട്രീയം പാടെ മാറുന്ന ഒരു പ്രക്രിയയാണ്. അത് കാണാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ശതമാന കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ പ്രസക്തിയുണ്ട്. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് വോട്ട് ശതമാനവും കൂടി പരിഗണിച്ചുകൊണ്ട് ഒന്നുകിൽ ഇത്ര ശതമാനം സീറ്റ്, അതല്ലെങ്കിൽ ഇത്ര ശതമാനം വോട്ട് എന്ന് വളരെ വ്യക്തമായി കണക്കാക്കി തന്നെയാണ് ഒരു ദേശീയ പാർട്ടിയെ പരിഗണിക്കുന്നതും പ്രാദേശിക പാർട്ടി സംസ്ഥാന പാർട്ടികളെ പരിഗണിക്കുന്നത്. അപ്പോൾ രണ്ടിനും പ്രസക്തിയുണ്ട്. പക്ഷേ എന്താണ് ഇവിടുത്തെ നമ്മുടെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, ഈ ചർച്ചയിൽ നമ്മളെല്ലാവരും പറഞ്ഞ പോലെ ഇവിടെ ഒരു മുന്നണി രാഷ്ട്രീയ പ്രക്രിയയാണ് ഉള്ളത്. ആ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് ഏറ്റവും കൂടുതൽ പാർട്ടികളെ, പ്രത്യേകിച്ച് വോട്ട് ഷെയറുള്ള പാർട്ടികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മെജോറിറ്റി, സർപ്ലസ് മെജോറിറ്റി മുന്നണി ഉണ്ടാക്കുന്നവർക്കാണ് സാധാരണ വിജയം ലഭിക്കുന്നത്. അത് പരമ്പരാഗതമായി നമുക്ക് ഏത് കാലത്തും തൊട്ട് തുടങ്ങാം. കോൺഗ്രസ്സിന് മുന്നണി രാഷ്ട്രീയം തീരെ പിടിക്കാത്ത 67-ൽ 9 സീറ്റായിരുന്ന കാലം തൊട്ട് ഉള്ള അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ മുന്നണി രാഷ്ട്രീയത്തിലേക്ക് വരാൻ കോൺഗ്രസ്സിനെ ഉൾപ്പെടെ നിർബന്ധിച്ചത് ഇവിടുത്തെ ആ ഒരു കോalition പൊളിറ്റിക്സിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ള മുന്നണി രാഷ്ട്രീയത്തിനകത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് സപ്പോർട്ട് കിട്ടുന്ന സോഴ്സ് എന്ന് പറയുന്നത് മറ്റ് പാർട്ടികളിൽ നിന്ന് പ്രബലമായിട്ട് വരുന്നില്ല. NDA എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ നമുക്കറിയാം BDJSൻ്റെ വോട്ട് ഷെയർ എത്രയാണെന്നും അതെത്ര ഉയർത്തിയാൽ എത്ര വരുമെന്നും അറിയാം. കാര്യമായ മുന്നണി, ശക്തമായ മുന്നണി എന്ന് ഘടനാപരമായിട്ട് ഞാൻ ഇന്നും പറയും ഇടതുപക്ഷമാണ് സ്ട്രക്ചറലി UDFനേക്കാൾ വളരെ മുൻപന്തിയിൽ. കാരണം നമ്മൾ നോക്കിയാൽ വളരെ വ്യക്തമാണ്, മുസ്ലിം ലീഗ് ഒഴിച്ച് കോൺഗ്രസ്സിന് പിന്തുണയ്ക്കുന്ന ശക്തമായ പാർട്ടികളൊന്നുമില്ല. പക്ഷേ ഈ നിഷ്പക്ഷരായ വോട്ടേഴ്സ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDFന് വോട്ട് ചെയ്തതിൻ്റെ ഒരു നേട്ടം കൂടിയാണ്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു മൊറൽ ബൂസ്റ്ററായിട്ട് വന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് NDAക്ക് അതേപോലെയുള്ള കക്ഷികളില്ല എന്നുള്ളത് ഒരു വലിയ പോരായ്മയാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത പോലെ ഇവിടെ 3 മുന്നണിക്കും ഒരേ സമയം സ്പേസ് കിട്ടാൻ ഈക്വൽ സ്പേസ് പറ്റത്തില്ല, അത് പ്രായോഗികവുമല്ല. അപ്പോൾ ഈ BJPക്ക് ഇനി മുന്നോട്ടുള്ള വളർച്ചയിൽ ഈ 2 മുന്നണികളിൽ ഏതെങ്കിലും ഒന്ന് തളർന്നാലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് LDF ആണോ UDF ആണോ? കാരണം ഇവിടെ വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ട് ഷെയർ BJPക്ക് അല്ല കിട്ടുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ട് വരുന്നത് LDFനാണ്. ഞങ്ങളുടെ പല തിരഞ്ഞെടുപ്പ് പഠനങ്ങളിലും അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹിന്ദു ബേസ് LDFിലുള്ളത് BJPക്കൊന്നും അറിയാം, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും അതറിയാം. അപ്പോൾ ഹിന്ദു ബേസ് BJP LDFിൽ നിന്ന് അല്ലെങ്കിൽ CPMൽ നിന്ന് BJPയിലേക്ക് വന്നാൽ CPMനെ അസ്വസ്ഥമാക്കുന്ന ഏറ്റവും വലിയ നിർണായകമായ ഒരു ഘടകം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആലപ്പുഴയിൽ കണ്ട BJPയുടെ വളർച്ച എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായി CPMൻ്റെ വോട്ട് ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി CPM കരുതിയിരുന്ന ആ മേഖലകളിലൊക്കെ BJP വലിയ കടന്നുകയറ്റമാണ് നടത്തിയത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പല ജില്ലകളിലെ വിജയവും അതാണ് കാണിക്കുന്നത്. അതിലേക്ക് ഒരു മിനിറ്റ്, ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ടൈംസ് ഓഫ് ഇന്ത്യയിൽ അനിൽകുമാർ എഴുതിയ ശ്രദ്ധേയമായ ഒരു ചെറിയൊരു ലേഖനമുണ്ട്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, BJPക്ക് സംസ്ഥാനത്ത് ഉടനീളം വളർച്ചയുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അതൊരു പക്ഷേ തീർച്ചയായിട്ടും നേരത്തെ BJPയുടെ പ്രതിനിധിയും അത് തന്നെ പറഞ്ഞത്, ചില ജില്ലകളിൽ BJPക്ക് വോട്ട് ഷെയർ കുറവാണെന്ന്. പക്ഷേ തെക്കൻ ജില്ലകൾ എടുത്ത് പരിഗണിച്ച് നോക്കിയാൽ ഒരുപക്ഷെ മലബാറിൽ മുസ്ലിം ലീഗിന് ഉള്ളതുപോലെ വളരെ ശക്തമായ വേരോട്ടം BJPക്ക് സദേൺ ഡിസ്ട്രിക്റ്റിൽ, അതാണ് നീലിമ നേരത്തെ ആലപ്പുഴയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ആ നിലയ്ക്ക് സദേൺ ഡിസ്ട്രിക്ട്സിൽ BJPയുടെ വളർച്ച വളരെ ശക്തമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 24% വോട്ട് ഷെയർ തന്നെ കിട്ടി. ഇപ്പോൾ 15% BJPക്ക് സംസ്ഥാന ആവറേജ് ഉള്ളപ്പോഴും. അപ്പോൾ BJPക്ക് വോട്ട് ഷെയർ കിട്ടുന്ന ചില മേഖല, അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ ബേസാണ് അടിത്തറ. ആ സോഷ്യൽ ബേസിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ബേസ്ഡാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിയുമ്പോൾ ഈ നമ്മുടെ കൺക്ലൂഷൻ ഇതായിരിക്കും,
മൂന്ന് മുന്നണിക്ക് ഒരുപോലെ നിൽക്കാൻ പറ്റത്തില്ല. BJP വളരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു മുന്നണി തളർന്നേ പറ്റൂ. ആ നിലയ്ക്ക് മുന്നോട്ടുള്ള രാഷ്ട്രീയം ഇനിയുള്ള കാലഘട്ടം എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി കാത്തിരിക്കേണ്ട കാര്യമാണ്. മുന്നണി രാഷ്ട്രീയം ഒരു വശത്തുണ്ട്, ആനുപാതികമായി സമുദായങ്ങളുടെ പിന്തുണ പാർട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ സമുദായങ്ങളുടെ പിന്തുണ കിട്ടുന്നതോടൊപ്പം അതിനോടൊപ്പം ചേർന്ന വർഗീയത, പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള വർഗീയത, ഇതെല്ലാം ചേർന്ന ഒരു കൂട്ടിക്കുഴഞ്ഞൊരു രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ ഭൂമിക എന്ന് പറയുന്നത്. ആ വർഗീയത കുറച്ചുകൂടി അതിരൂക്ഷമായി പടരുന്ന ചില കാഴ്ചകളിലേക്ക് കൂടി നമ്മൾ എത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകൾ എടുത്തു നോക്കുമ്പോൾ ചില ശക്തികൾ, ചില ഛിദ്രശക്തികൾ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറി അവിടെ സ്വാധീനമുറപ്പിക്കുന്നതിന് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട്.